അത്യന്തബാലസ്വരൂപം വിവസ്ത്രം പിഞ്ചികാലങ്കൃതമുക്തകേശഭാരം കാശാകുസുമസമാനകളേവരം കാഞ്ചനഭൂഷണഭൂഷിതാംഗം ശോണിതാതരം കമലനയനം സ്തേയസ്മിതം ദിതിസാരപൂരിതകോമളഹസ്തം നവനീതകൃഷ്ണം ഹൃദിഭാവയാമി നമസ്കാരം. ഞാൻ മൂടമ്പാടി കണ്ണൻ പോറ്റി. ഇപ്പോൾ തിരുവനന്തപുരം പോത്തൻകോട് കൊയ്ത്തൂർക്കോണം കക്കാട്ടുമുടം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ മേശാന്തിയാണ്. നവനീതകൃഷ്ണൻ ഭഗവാന്റെ ബാലസ്വരൂപമാണ്. അത്യന്ത ബാലസ്വരൂപം, ഏറ്റവും ശൈശവത്തിലുള്ള ഒരു സ്വരൂപമാണ്. വസ്ത്രങ്ങളില്ല, അരഞ്ഞാണം ഉണ്ട്, മയിൽപ്പീലിയുണ്ട്. അതിലൊക്കെ പ്രധാനമായിട്ട് രണ്ട് കൈയിലും വെണ്ണയും വെച്ചിട്ട് നിൽക്കുന്നു. കേരളത്തിൽ അപൂർവങ്ങളായ ഒരു പ്രതിഷ്ഠയാണ് ഈ നവനീതകൃഷ്ണൻ എന്നുള്ളത്. എനിക്കറിയാവുന്നതിൽ തിരുവനന്തപുരത്ത് തന്നെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, കൊല്ലത്ത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, മറ്റ് വടക്കോട്ട് കുറച്ചുണ്ട്. എങ്കിലും പൊതുവെ ഈ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ കുറവാണ്. കൊയ്ത്തൂർക്കോണം കക്കാട്ടുമടം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രം അല്ല പേരിൽ പറയുന്ന കക്കാട്ടുമഠം ആറ്റിങ്ങൽ ഭാഗത്താണ്. ഈ കക്കാട്ടുമഠം എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വൈദികം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവരുടെ ഊരാൺമയിൽ, അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. പുരാതന കാലത്ത് അതിപ്രൗഢ ഗംഭീരമായിരുന്ന ഒരു ക്ഷേത്രം. പിൽക്കാലത്ത് എങ്ങനെയോ അത് കാലാന്തരത്തിലത് ആ ഒരു ഇതെല്ലാം നഷ്ടപ്പെട്ടു. വളരെ ശോചനീയാവസ്ഥയിലായ ഒരു അവസ്ഥയിലോട്ടെത്തി. ആ കാലയളവിൽ നാട്ടുകാരും പരിസരവാസികളായ നാട്ടുകാരും മറ്റ് ഭക്തജനങ്ങളുമെല്ലാം ചേർന്ന് ഇതിൻ്റെ ഊരാൾമക്കാരോട് സംസാരിച്ച് നാട്ടുകാർക്ക് ക്ഷേത്രവും പരിസരത്തുള്ള ഭൂസ്വത്തും എല്ലാം വിട്ടുകൊടുത്ത് നവീകരണ ക്രിയകൾ ഗംഭീരമായിട്ട് ചെയ്ത് ഇപ്പോൾ ഒരു മഹാക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. 2006 ഏപ്രിൽ മാസത്തിലായിരുന്നു പുനഃപ്രതിഷ്ഠ. മേടത്തിലെ അക്ഷയതൃതീയ രോഹിണി ആ ദിവസം പുനഃപ്രതിഷ്ഠ നടത്തി. ഇപ്പോൾ ക്ഷേത്രം ഓരോ ദിവസവും കഴിയുന്തോറും പേരിൽ പറയുന്ന പോലെ തന്നെ ഒരു മഹാക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ശരീരനായ ആറ്റുവാശ്ശേരി നീലമന ഗണപതി പോറ്റിയായിരുന്നു പ്രതിഷ്ഠ കഴിച്ചത്. അദ്ദേഹം ഒരു വർഷം മുമ്പ് അന്തരിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ മകൻ ആറ്റുവാശ്ശേരി നീലമന നാരായണൻ പോറ്റിയാണ് തന്ത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നത്. വളരെ ഭക്തിയോടുകൂടി ക്ഷേത്രകാര്യങ്ങൾ നടത്താൻ തയ്യാറുള്ള ഭക്തജനങ്ങൾ, നാട്ടുകാർ, അതുപോലെ കമ്മിറ്റി, വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കമ്മിറ്റി, ഇവരെ കൊണ്ട് കാര്യങ്ങൾ വേണ്ടുന്ന വണ്ണം കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും ചെയ്ത് കൊണ്ടുപോകാൻ ആ തന്ത്രി കുടുംബത്തിന് കഴിയുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കമ്മിറ്റിയും അക്ഷരം പ്രതി പാലിക്കുന്നുണ്ട്. അതിൻ്റേതായ ഐശ്വര്യവും ഉയർച്ചയും ആ ക്ഷേത്രത്തിൽ അവിടെ വന്ന് തൊഴുന്നവരിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് കടന്നു വരുന്ന ആ ഒരു ശുഭദിനമാണ്. നമ്മുടെ ഭാഗത്തു നിന്നും പ്രത്യേക പൂജാ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ്. ആർക്കെങ്കിലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പേര്, നാള് വിവരങ്ങൾ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതുമാണ്. ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. അതായത് ഏകദേശം 7ഓളം നക്ഷത്രക്കാർക്ക് രാജയോഗ സമയമായിട്ടുള്ള സമയമെന്ന് പറയാം. അതിന്റെ അർത്ഥം തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥ. ഏതൊരു കാര്യത്തിനിറങ്ങിയാലും കാര്യവിജയവും നേട്ടങ്ങളും, സാമ്പത്തികമായിട്ടായാലും ജീവിതപരമായാലും ഒരുപാട് നേട്ടങ്ങൾ കൈവരുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരെ തേടി വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സകല നേട്ടങ്ങളുടെയും ഒരു സമയമെന്ന് വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം. സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിന്, വിവാഹം നടക്കുന്നതിന്, ഒരുപാട് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള വിജയങ്ങൾ നേടുവാനും ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള വിജയങ്ങൾ ആക്കി മാറ്റുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. തൊടുന്നത് എല്ലാം പൊന്നാകുന്ന സമയമെന്ന് വേണമെങ്കിൽ പറയാം. വിദേശവാസത്തിന് യോഗമൊക്കെ കാണുന്നുണ്ട്. പഠനരംഗത്തുള്ളവർക്ക് വളരെയധികം വിജയങ്ങൾ നേടുവാനും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാൻ സാധ്യതയും തെളിയുന്നുണ്ട്. അതുപോലെ തന്നെ ഉപരിപഠനത്തിന് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച ലഭിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. സുഹൃത്തുക്കൾ വഴി ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാലമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലം കടന്നു വരാൻ പോകുന്നത്. അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. ഇവർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ വരുവാനും ഈശ്വരാധീനം വർദ്ധിക്കുവാനും വർഷം മുഴുവൻ നിലനിൽക്കാൻ ഒക്കെ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് സൗഭാഗ്യത്തിന്റെ സമയം തന്നെയാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായിട്ട് വലിയ ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത്. വിദ്യാവിജയം ഉറപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല വിജയം കരസ്ഥമാക്കാനും വിദ്യാരംഗത്ത്, പഠനരംഗത്ത് ഉള്ളവർക്ക് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുവാനും ഒക്കെയുള്ള ഒരു സമയമാണ്. പ്രതീക്ഷിച്ചതിലും വലിയ വിജയങ്ങളാണ് തേടി വരാൻ പോകുന്നത്. തൊഴിലിടത്തിലൊക്കെ അവരുടെ സ്വന്തം മികവിലൂടെ വലിയ വലിയ സ്ഥാനങ്ങൾ നേടുവാനും ഉയർച്ച നേടുവാനും അല്ലെങ്കിൽ പേരും പ്രശസ്തിയും മറ്റുള്ളവരുടെ അഭിനന്ദനവും ഒക്കെ നേടുവാനുള്ള ഒരു സമയമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് ലാഭവിഹിതങ്ങൾ കൂടുന്നതിന്റെ ഒരു സമയമാണ്. ലാഭമൊക്കെ ഇരട്ടിക്കാനും സാമ്പത്തികമായിട്ട് ഒരുപാട് യോഗം കൈവരാനുമുള്ള സമയം കൂടിയാണ് പൂരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം. വീട്ടിൽ ഏതെങ്കിലുമൊക്കെ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുന്നില്ല. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ച നേടാൻ പോകുന്ന, ഒരുപാട് അഭിനന്ദനം, ഒരുപാട് തരത്തിലുള്ള പ്രശംസയൊക്കെ പിടിച്ചുപറ്റാൻ പോകുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഭരണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് നേട്ടത്തിന്റെ സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബജീവിതത്തിൽ ഒരുപാട് സന്തോഷം വർദ്ധിക്കാനും ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. പുത്രനോ പുത്രിയോ ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പുത്രനെയോർത്ത് അഭിമാനിക്കാൻ
ഒക്കെ ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും. ധനപരമായിട്ട് ഉയർച്ച വരുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രം, 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളത്തെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് ലഭിക്കാനായിട്ട് ആഗ്രഹ സഫലീകരണത്തിനുള്ള നാളാണ്. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നാളുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്തരത്തിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു സമയം, ആയുരാരോഗ്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി വളരെയധികം സന്തോഷവാനായി കാണപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വലിയ വിജയങ്ങളായി തീരുവാൻ, അതിന്റെ ഭാവിയിലേക്കുള്ള നടത്തിപ്പുകളൊക്കെ ഏറ്റവും സുഗമമാകാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. വീട്, കാർ, ഭൂമി വാങ്ങാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. മഹാവിഷ്ണു ഭഗവാനെയാണ് ഈ പറയുന്ന വിശാഖം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത്. ഭരണി നക്ഷത്രം പ്രാർത്ഥിക്കേണ്ടത് മഹാഗണപതി ഭഗവാനെയാണ്. അതുപോലെ പൂരം നക്ഷത്രക്കാർ നേരത്തെ പറഞ്ഞിരുന്നു, അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ ശ്രേഷ്ഠമാണ്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള വലിയ ഉയർച്ചയുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. സമ്പത്ത് കൈവരാൻ പോകുന്ന ഒരു സമയം, രാജയോഗ സമയം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആയിരിക്കും അവരുടെ ജീവിതം പോകാൻ പോകുന്നത്. എന്തു മുന്നിലെത്തുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് ധനയോഗം വന്നു ചേരാനുള്ള ഒരു വഴിയുണ്ട്. അതുകൊണ്ട് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത്തരത്തിലുള്ള ധനവരവിലൂടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും സമ്പത്തും സമൃദ്ധിയുമൊക്കെ നിറഞ്ഞ ഒരു അവസ്ഥയുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രവും ഈ നക്ഷത്രമാണ്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള സമയമായിരുന്നു. അതെല്ലാം തീർന്ന് ഒരുപാട് സന്തോഷം നിറയുന്ന ഒരു ജീവിതം കൈവരുന്ന സമയമായിരിക്കും ഇത്. ആദ്യത്തെ 4 മാസക്കാലം ചിത്തിരക്കാർ ഒരുവിധം ഭേദപ്പെട്ട ദിവസങ്ങൾ ആയിരിക്കും വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ചിത്തിരക്കാർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. ധനപരമായിട്ടായാലും ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് കൈവരാൻ പോകുന്നത്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കുന്നത്, ദീപാരാധന നടത്തുന്നത്, ജലധാര നടത്തുന്നത്, ഇതൊക്കെ സർവ്വ ഐശ്വര്യദായകമാണ്. ഈ ഒരു ചിത്ര നക്ഷത്രക്കാർക്ക് എല്ലാ നേട്ടങ്ങളും തുടർന്ന് ഉണ്ടാകാനായിട്ട് തീർച്ചയായും ശിവനെ കൂടുതലായിട്ട് ഭജിക്കുക എന്നുള്ളതാണ്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഒരു സമയം എന്ന് പറയാം. കല, ബിസിനസ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മികച്ച തുടക്കം ലഭിക്കുവാനും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ വിജയങ്ങൾ നേടുവാനും ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റാനും ഒക്കെ കഴിയാൻ പോകുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം. കുടുംബജീവിതത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ വന്നു ചേരാനും ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരാനും ഒക്കെയുള്ള സമയമാണ്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന പ്രവൃത്തികൾ ചെയ്യുക, അന്നദാനത്തിൽ പങ്കാളിയാവുക എന്നൊക്കെയുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ചെയ്യാകുന്ന ഏറ്റവും നല്ല കാര്യം. എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങളും ഇരട്ടിയാക്കുന്ന ഒരു സമയമാണിത്. 8ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ്. പൂരാടത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമി, വീട്, വാഹനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാനും അതിനൊക്കെ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കാനുള്ള ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥിരമായിട്ട് പല രീതിയിലുള്ള സ്രോതസ്സുകൾ ഇവരുടെ മുന്നിൽ തുറന്നു കിട്ടുവാനും ഒക്കെയുള്ള സമയമാണ്. തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ചയും തൊഴിലിലൂടെ വലിയ സമ്പദ് വ്യവസ്ഥ ഉയരാനുള്ള ഒരു സമയം കൂടിയാണിത്. പൂരാടത്തെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടുള്ള ഈ ഒരു ഉയർച്ച തന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് രാജയോഗ്യരാക്കി മാറ്റുന്നത്. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും രോഹിണി, പൂരം, ഭരണി, വിശാഖം, പൂയം, ചിത്തിര, അനിഴം, പൂരാടം ഏകദേശം 8ഓളം നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലഘട്ടം ആരംഭിക്കുന്നതോടുകൂടി രാജയോഗ സമയമായിട്ടുള്ള സമയം എന്ന് തന്നെ ഞാൻ അടിയുറച്ചു പറയുന്നു. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം മേടമാസത്തിലെ രോഹിണിക്ക് കൊടിയേറ്റ് വരുന്ന രീതിയിൽ 10 ദിവസത്തെ ഉത്സവം ആചരിച്ചു വരുന്നു. ഉത്സവങ്ങളിൽ തന്നെ അങ്കുരാദി, ധ്വജാദി, പടഹാദി അങ്ങനെ 3 വിഭാഗങ്ങളുണ്ട്.
അതിൽ ഏറ്റവും ഉത്തമമായിട്ട് കാണുന്ന അങ്കുരാതി രീതിയിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. മുളപൂജ അങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടിയുള്ള അങ്കുരാതി ഉത്സവമാണ്. ബിംബശുദ്ധി പ്രാസാദശുദ്ധി ക്രിയകളോടുകൂടി 10 ദിവസം 10ൻ്റെ അന്ന് ആറാട്ടോടുകൂടി സമാപിക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും ശ്രീഭൂത ബലിയുണ്ട്, ഒരു ദിവസം ഉത്സവ ബലിയുമുണ്ട്. ഈ മേടത്തിലെ രോഹിണി ഉത്സവം കൂടാണ്ട് അഷ്ടമി രോഹിണിക്ക് കൃഷ്ണാവതാരം ചാർത്ത് വരുന്ന രീതിയിൽ ദശാവതാര ചാർത്ത് വളരെ ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിച്ചു വരുന്നുണ്ട്. വളരെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാവുന്ന ഒരു ബാലസ്നാനം എന്നൊരു ചടങ്ങുണ്ട്. കുട്ടികൾ ഇല്ലാതിരിക്കുന്നവർ ഭഗവാനോട് വന്ന് പ്രാർത്ഥിച്ച് കുട്ടികളായി കഴിഞ്ഞാൽ അന്നപ്രാശം കഴിഞ്ഞാൽ 3 വയസ്സ് തികയുന്നതിന് മുമ്പ് ആയിട്ട് ചെയ്യുന്നൊരു ചടങ്ങാണ്. ഭഗവാൻ അഭിഷേകം ചെയ്ത തീർത്ഥം കൊണ്ട് ഈ കുട്ടികളെ കുളിപ്പിച്ചിട്ട് അവരെ സ്നാനം ചെയ്യിച്ച് പുതിയ കൗപീനമൊക്കെ ഉടുപ്പിച്ച് മുമ്പിൽ നടക്കിൽ കൊണ്ടുവന്ന് തൊഴിയിക്കും. ഭഗവാന്റെ ദാസൻ എന്നുള്ള അടിമകടത്ത് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഭഗവാന്റെ ദാസൻ അല്ലെങ്കിൽ ദാസി ജീവിതകാലം മുഴുക്കൻ അങ്ങനെ ആയിരിക്കാം എന്ന് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടൊക്കെ പോകുന്ന ഒരുപാട് പേര് അതിനു വേണ്ടിയിട്ട് വരുന്നുണ്ട്. അത്രയും ഫലം ഉണ്ടായിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ വഴിപാടിന് വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ വരുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഈ കാര്യങ്ങൾ വളരെ പേർക്ക് സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വഴിപാട് എന്ന് പറയുന്നത് സന്താനപ്രാപ്തിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതും ഗണപതി ഹോമത്തിൽ സന്താനഗോപാല മന്ത്രം കൊണ്ട് പാൽപ്പായസം ഹോമിക്കുക. അതും വളരെ വിശേഷമാണ്. അതും വളരെ ഫലവത്തായിട്ട് കണ്ടുവരുന്നു ഇവിടെ.
ഇങ്ങനെയുള്ള കൃഷ്ണന് ധാരാളം ഗോപാലമന്ത്രങ്ങളുണ്ട്. അങ്ങനെയുള്ള ഓരോരോ ആവശ്യങ്ങൾക്കും ഓരോരോ മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഉച്ചപൂജയ്ക്ക് പൂജ എന്ന് തന്നെ പറഞ്ഞിട്ടാണത് ചീട്ടാക്കുന്നത്. പൂജ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ പുഷ്പാഞ്ജലിയായിട്ടുമുണ്ട്. വിശേഷാലായിട്ട് സാധാരണ രീതിയിൽ പുഷ്പാഞ്ജലി ചെയ്തു പോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ കാര്യം നേടിയേ പറ്റൂ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതാത് മന്ത്രങ്ങൾ കൊണ്ടുള്ള പൂജ എന്ന് തന്നെ ചീട്ടാക്കിയിട്ട് ഉച്ചപൂജയിൽ ആ തന്മന്ത്രങ്ങൾ ജപിച്ച് വിശേഷാൽ പാൽപ്പായസവും അവലും ഒക്കെ നേദിച്ച് കൊടുക്കുന്നുണ്ട്. അതും ധാരാളം ഉണ്ട്. ഇപ്പം ബാലരക്ഷാമന്ത്രങ്ങൾ, ഇപ്പം പൂതന, ശകടാസുരൻ ഇങ്ങനെയൊക്കെ ഉള്ളവരെ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ച ഒരു ഭാവമുണ്ടല്ലോ. അത് ശത്രുതാ സംഹാരം എന്നൊക്കെയുള്ള ഒരു ആവശ്യം വേണ്ടി വരുന്ന സമയത്ത് കുട്ടികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ബാലപീഠകൾ മാറാനും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ആ സങ്കല്പത്തിലുള്ള പൂതന നിഗ്രഹ സമയത്തും ഒക്കെയുള്ള മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ലക്ഷ്മി വാസുദേവ ഗോപാലം, മഹാബാലഗോപാലം, ഹയഗ്രീവ ഗോപാലം, ദശാക്ഷരി ഗോപാലം, ഷോഡശാക്ഷരി ഗോപാലം, അഷ്ടാക്ഷര ഗോപാലം, ബാലഗോപാലം, ഏകാക്ഷരീ ഗോപാലം, അഷ്ടാദശാക്ഷര ഗോപാലം, ദശാക്ഷരീ ഗോപാലം, ത്രൈലോക്യമോഹന ഗോപാലം, ദ്വാദശാക്ഷരീ ഗോപാലം, രുക്മിണീവല്ലഭം, ഗോവല്ലഭം, ചതുരക്ഷരീ ഗോപാലം, രാജഗോപാലം, വിദ്യാരാജഗോപാലം, ഗുപ്തഗോപാലം, ബാലഗോപാലം, സമൃദ്ധി ഗോപാലം, ആയുർഗോപാലം, സന്താനഗോപാലം, ജാമദഗ്നി ദർപ്പഹരം, ഖരാന്തകം ഇങ്ങനെ അനവധി ഗോപാലമന്ത്രങ്ങളുണ്ട്. ആ പേരുകളിൽ പറയുന്ന പോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മന്ത്രങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി കഴിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മളൊരു ഇത് പറയുകയാണെങ്കിൽ വിവാഹപ്രാപ്തിക്ക് വേണ്ടിയിട്ട് സ്വയംവര മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ രാജഗോപാലം വിശേഷമാണ്. വിവാഹം കഴിഞ്ഞാൽ കുട്ടി, അതിന് വേണ്ടിയിട്ട് സന്താനഗോപാലം, ആ കുട്ടിയുടെ ആയുസ്സിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ആയുർഗോപാലം, എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വിദ്യാരാജഗോപാലം, വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാജഗോപാലം, കൂടാതെ രുക്മിണി വല്ലഭം, അങ്ങനെ അനവധി ഒരു പുരുഷായുസ്സിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഓരോരോ മന്ത്രങ്ങൾ എന്തൊക്കെയാണോ ആവശ്യം അതിനൊക്കെ പരിഹാരമായിട്ട് ജപിക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ പുഷ്പാഞ്ജലി കഴിക്കാൻ പറ്റുന്ന മന്ത്രങ്ങൾ കൊണ്ടുള്ള വിശേഷാൽ പൂജകൾ, പുഷ്പാഞ്ജലികൾ ഒക്കെ അവിടെ നടന്നു വരുന്നുണ്ട്. ഒക്കേത്തിനും വളരെ അധികം ഫലപ്രാപ്തിയും കാണുന്നുണ്ട്.
പിന്നെ പലരും പറയാറുള്ളത്, ഞാനും അനുഭവത്തിലുള്ളതും അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ്, ഈ കലികാലത്തിൽ ഉഗ്രമൂർത്തികൾ ക്ഷിപ്രപ്രസാദികളാണ്, പെട്ടെന്ന് ഫലം തരുന്നതാണ്. ശാന്തമൂർത്തികൾക്ക് അത് ഫലപ്രാപ്തി ഒക്കെ അല്പം താമസിച്ചേ വരുമെന്നൊക്കെ ഉള്ളത് ഞാനും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഈ കൊയ്ത്തൂർകോണം കക്കാട്ടുമഠം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അതിലൊരു വ്യത്യാസം അനുഭവത്തിൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഈ ഭഗവാൻ ഇത്രയും ശൈശവ രൂപത്തിലുള്ള നവനീത കൃഷ്ണൻ, വെണ്ണക്കൃഷ്ണൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു കുട്ടി, ഒരു കൊച്ചു കുട്ടിയെടുത്ത് അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സാധിപ്പിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. വലിയ ആൾക്കാരെ പറഞ്ഞ് സാധിപ്പിക്കുന്നതിനെക്കാട്ടിയും വളരെ എളുപ്പമാണ്. ആ കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ ഒരു മധുരപലഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എന്താണോ പറയുന്നത് അത് ആ കുട്ടി സാധിച്ചു തരുമല്ലോ. അതൊരു കുട്ടിയെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. അതുപോലെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് സാധിച്ചു തരാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ശൈശവ ഭാഗത്തിലുള്ള ആ ഉണ്ണിക്കണ്ണനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടുത്തി, അതായത് കളിപ്പാട്ടം എന്നുള്ള നിലയ്ക്ക് അവിടെ പീലിക്കുഴൽ എന്ന് പറഞ്ഞൊരു സമർപ്പണമുണ്ട്. ഭഗവാന് ഇഷ്ടപ്പെട്ട സംഗതികളാണല്ലോ മയിൽപ്പീലി, ഓടക്കുഴലും ഒക്കെ. ഈ പീലിക്കുഴൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഈ വെണ്ണ, തൃക്കൈവെണ്ണ കൊടുത്ത് പ്രാർത്ഥിക്കുക, പാൽപ്പായസം നടത്തി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. എല്ലാത്തിനും വളരെ ഫലപ്രാപ്തി കാണുന്നുണ്ട്. കക്കാട്ടുമഠം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പ്രസിഡന്റ് പ്രസന്നകുമാർ. എൻ്റെ അറിവിൽ ഒരു 200 വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രമാണിത്. തെക്കൻ കേരളത്തിൽ 2 കൈകളും വെണ്ണയായിട്ട് നിൽക്കുന്ന കൃഷ്ണനാണ് ഇവിടുത്തെ വിഗ്രഹം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുഗുരുവായൂർ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ. അക്കാര്യം ആ രീതിക്ക് ഞങ്ങളുടെ ക്ഷേത്രത്തിലെ വളർച്ച വന്നിട്ടുണ്ട്. എൻ്റെ പേര് അനിൽകുമാർ, ഞാൻ സെക്രട്ടറിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അമ്പലം കക്കാട്ടുമഠം എന്ന് പറയുന്ന ആറ്റിങ്ങൽ ഉള്ള ഒരു കുടുംബത്തിൻ്റെ സ്വത്തായിരുന്നു. ഒരു കാലത്ത് അവർ ഈ ക്ഷേത്രവും പുരയിടവും എല്ലാം തന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് കൈമാറിപ്പോവുകയും നാട്ടുകാരത് ട്രസ്റ്റാക്കി രൂപീകരിക്കുകയും 92-ൽ ട്രസ്റ്റാക്കി രൂപീകരിക്കുകയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രകാര്യങ്ങൾ ചിട്ടയായി നടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. 4 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ബാലാരിഷ്ടതയ്ക്കും ബാലപീഡയ്ക്കും പരിഹാരമായിട്ട് ഭഗവാന്റെ ഇവിടെ നിന്ന് എടുക്കുന്ന വെള്ളം കൊണ്ട് ആ കുട്ടികളെ കുളിപ്പിക്കുകയും എണ്ണ തേപ്പിക്കുകയും ഒക്കെ ചെയ്ത് കുട്ടികളിലുണ്ടാകുന്ന ചരങ്ങ് അങ്ങനെയുള്ള തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ ശമനം വന്നിട്ടുണ്ട് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ക്ഷേത്രത്തിനെക്കുറിച്ചോ വഴിപാടുകളെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. സമയത്തിൻ്റെ പരിധി, ഒരു ക്ഷേത്രശാന്തിക്കാരന് സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും മനസ്സിലാകും. സമയത്തിനനുസരിച്ച് തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ഭക്തർക്കും ഭഗവാൻ നവനീത കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.